സ്വന്തം ശരീരത്തിൽ ഒരാൾ അതിക്രമിച്ച് ഉപദ്രവിക്കുക എന്നത് എങ്ങനെയാണ് ഒരു കുട്ടിക്കളിയാകുന്നതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി സഹപാഠികൾക്കും മറ്റു പലർക്കുമെതിരായി കേസ് കൊടുക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അവൾ മൊഴി രേഖപ്പെടുത്തുകയാണ് തനിക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായി എന്നുള്ളത്. വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രിയിലെത്തുമ്പോഴും ആ കുട്ടിയുടെ മുഖത്ത് വേറൊരു തരത്തിലുള്ള ചിന്തയില്ല. താൻ പറയുന്നത് കല്ല് വെച്ച നുണയാണെന്ന് ആ കുട്ടിക്ക് അറിഞ്ഞിട്ടും, ഇത്രയും പേരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നു, പോലീസ് കൊണ്ടുപോയി എന്നറിഞ്ഞിട്ടും ആ കുട്ടി മാറുന്നില്ല. വൈദ്യ പരിശോധനയിൽ പീഡനം നടന്നിട്ടില്ല എന്ന് തെളിഞ്ഞതുകൊണ്ട് മാത്രമാണ് പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന മനുഷ്യർ ഇന്ന് വീടുകളിലുള്ളത്. പക്ഷേ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുട്ടിയുടെ സഹപാഠികളായ കുട്ടികളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയാണ്. പരാതിയുണ്ട്, പോലീസിന് അവരെ ചോദ്യം ചെയ്യാം. അതിനൊപ്പം പ്രായപൂർത്തിയായ യുവാക്കളും ആ പോലീസ് കസ്റ്റഡിയിലായി. അവരെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള പുതിയ വിവരം കൂടി പുറത്തെത്തുകയാണ്. അതായത് പറഞ്ഞു വരുന്നത് പത്തനംതിട്ട കോന്നിയിൽ നിന്ന് പുറത്തു വന്നത് വ്യാജ പീഡന പരാതിയാണ്. 13 വയസ്സുകാരിയുടെ വ്യാജ പീഡന പരാതിയിൽ പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്ന് കസ്റ്റഡിയിലെടുത്തൊരു യുവാവ് ഇന്ന് പ്രതികരിച്ചിട്ടുണ്ട്. കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയെന്നും മുടിയിൽ പിടിച്ചു വലിച്ചെന്നും ആരോപണമുണ്ട്. അതായത് ഈ മാസം 3-ാം തീയതി വൈകിട്ട് പിടികൂടിയ ശേഷം ഇന്നലെ വൈകിട്ടാണ് ഇവരെ വിട്ടയക്കുന്നത്. ഈ സമയമത്രയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും സ്റ്റേഷനിൽ ഉണ്ടായിരുന്നുവെന്നും യുവാവ് പറഞ്ഞു. 13-കാരി പീഡനത്തിനിരയായിട്ടില്ലെന്ന് മനസ്സിലായത് വൈദ്യ പരിശോധനാ ഫലത്തിലൂടെയാണ്. പതിമൂന്ന് വയസ്സുകാരി 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നു. അറസ്റ്റിലാകുന്നത് സഹപാഠികൾ. ഒപ്പം ലൈംഗിക ചൂഷണത്തിന് കുട്ടീനെ ഇരയാക്കാൻ സഹായം ചെയ്തത് ഒരു പെൺകുട്ടി. വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വാർത്ത പുറത്തേക്ക് വിട്ടത്. പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് തന്നെ കാര്യങ്ങളാകെ മറിയുകയായിരുന്നു. എന്താണ് ഈ കേസിൽ ശരിക്കും സംഭവിച്ചത്? 3-ാം തീയതിയാണ് 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്നാണ് ഇന്നലെ രാവിലെയോടുകൂടി വാർത്ത പുറത്തേക്ക് വരുന്നത്. കുട്ടിയുടെ സഹോദരി, അതായത് ഈ ഇരയായ 13-കാരിയുടെ സഹോദരി സ്കൂൾ ടീച്ചറിനോട് പറയുകയാണ് ഇത്തരത്തിൽ തൻ്റെ സഹോദരി ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നുള്ളത്. തുടർന്ന് അധ്യാപിക ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുകയും ചൈൽഡ് ലൈൻ കുട്ടിക്ക് കൗൺസിലിംഗ് നൽകുകയും ചെയ്യുന്നു. ഈ കൗൺസിലിംഗിലാണ് കുട്ടി മൊഴി നൽകുന്നത് 10ഓളം പേർ ചേർന്ന് തന്നെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്ന്. ഉടനടി തന്നെ പോലീസ് കൃത്യമായ നടപടികൾ എടുക്കുന്നു. 2 FIR രജിസ്റ്റർ ചെയ്യുന്നു. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് 2 FIR രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു FIR എന്ന് പറയുന്നത് സ്കൂൾ ശുചിമുറിയിൽ വെച്ചാണ് തന്നെ ആദ്യം ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് എന്നുള്ള ആദ്യത്തെ മൊഴി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ FIR രജിസ്റ്റർ ചെയ്യുന്നു. 2ാമത്തെ FIR എന്ന് പറയുന്നത് സഹപാഠിയായ മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് ആ കുട്ടിയുടെ സഹായത്താൽ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി എന്നുള്ളതാണ്. അതിൽ 2ാമത്തെ FIR രജിസ്റ്റർ ചെയ്യുന്നു. ഉടനടി തന്നെ പോലീസ് പ്രതികളെന്ന് കുട്ടി മൊഴി നൽകിയ 6 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. 10 പേരുടെ പേരാണ് നൽകിയത്. അതിൽ 6 പേരെ പോലീസ് തിരിച്ചറിഞ്ഞ് കസ്റ്റഡിയിലെടുക്കുന്നു. പക്ഷേ എന്താണ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചത്? കളമാകെ മറിഞ്ഞു. കുട്ടിയുടെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ ഒരു ലൈംഗിക ചൂഷണത്തിനും ഇരയായില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആകെ പൊരുത്തക്കേടുകൾ മൊഴിയിലും അതുപോലെ തന്നെ സാഹചര്യങ്ങളിലും വൈരുദ്ധ്യം കണ്ടെത്തുന്നു. തുടർന്ന് ഈ 6 പേരെയും പോലീസ് വെറുതെ വിടുന്ന സാഹചര്യം. ഇന്നിതാ കളമാകെ വീണ്ടും മാറുകയാണ്. കസ്റ്റഡിയിലെടുത്ത 20 വയസ്സുകാരൻ തന്നെ കൂടൽ പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. 3-ാം തീയതി വൈകുന്നേരമാണ് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം 4-ാം തീയതി വൈകുന്നേരമാണ് പോലീസ് പ്രതിയല്ലെന്ന് കണ്ട് വെറുതെ വിടുന്നത്. ഈ സമയത്ത് തന്നെ മർദ്ദിച്ചു, താനൊരു ഹൃദ്രോഗിയാണെന്ന് പറഞ്ഞിട്ടും തന്നെ മർദ്ദിച്ചു എന്നാണ് യുവാവ് ആരോപിക്കുന്നത്. ഒരു 8 മണിയോടെ എന്നെ ഒന്ന് പിടിച്ചോണ്ട് പോയായിരുന്നു. പിടിച്ചോണ്ട് വീട്ടിൽ ഒന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി, ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ചിറക്കി കൊണ്ടുപോയി. ഇവർ നേരെ പോലീസിൻ്റെ മറ്റേ ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയിട്ട് ഇവരാദ്യം മറ്റേ സാറുമാർ വന്നിട്ട് ചീത്ത വിളിച്ചിട്ട് തന്നെ ഒരു മൂലയെ കൊണ്ടിരുത്തി കാൽ നീട്ടി വെപ്പിച്ചിട്ട് ചൂരിൽ വടി കൊണ്ടിട്ട് അടിക്കുമായിരുന്നു. അവർ മാറി അടിക്കുമായിരുന്നു. എന്നിട്ട് ബൂട്ടിട്ട് കാലിലിട്ട് അവരിട്ട് ചവിട്ടി ഇങ്ങനെ എന്നിട്ട് കറക്കുമായിരുന്നു. എന്നിട്ട് ചെവിയിലെല്ലാം വലിച്ച് പൊക്കി മുടിയിലും പിടിച്ച് വലിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര ശരീരത്തിന് ഭയങ്കര വേദനയായിട്ടൊക്കെ ഇരിക്കുക. ആ കുട്ടിയെ കൊണ്ട് നീ എവിടെ പോയേക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് തല്ലിയത്. നമ്മൾ എനിക്കറിയത്തില്ലെന്ന് തന്നെ പറയത്തുള്ളൂ. ഞാൻ എവിടെയും പോയിട്ടില്ല, ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടൊന്നുമില്ല, അത് തന്നെ പറയുന്നുള്ളൂ. അവരെന്നെ ഐഡൻറ്റിഫൈ ചെയ്തെന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല, കാരണം തെളിവുകളൊന്നുമില്ല. അവരെന്നിട്ട് അത് സമ്മതിക്കുന്നില്ല. തല്ലിയ പാട് വേണ്ടേ. പെൺകുട്ടിയുടെ മൊഴി മാത്രം വിശ്വസിച്ച് 6 പേരെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് വൈദ്യപരിശോധന നടത്തിയപ്പോഴും മൊഴിയും സാഹചര്യങ്ങളും വിശദമായി പരിശോധിച്ചപ്പോഴും ആകപ്പാടെ മൊത്തം പൊരുത്തക്കേടുകളും കാര്യങ്ങളുമാണ്. ആരാണ് ഇവിടെ ശരിക്കും പ്രതിയായത്, ആരാണ് ശരിക്കും ഇര?
ഈ 2 ദിവസം ആ കസ്റ്റഡിയിലെടുത്ത കുട്ടികളുടെ മാതാപിതാക്കളും ആ കുട്ടികളും അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, ആര് ഇതിനെല്ലാം ഉത്തരം പറയും? നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.